2025 എന്തെല്ലാമാണ് ലോകത്തിൽ നടന്നത്? യുദ്ധങ്ങൾ നടന്നു, പ്രളയം വന്നു, ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, എയർക്രാഫ്റ്റ് ഉണ്ടായി. കൂടാതെ 2025 തീരുന്ന മുമ്പായിട്ട് സ്വർണത്തിന് വില പവന് 1,00,000-ൻ്റെ മുകളിലും പോയി. ഇതാണ് 2025 പൊതുവെ ഉള്ള വിഷയങ്ങൾ കണ്ടത്. ഇനി ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം 2026 എങ്ങനെയായിരിക്കും കടന്നു പോവുക? 2026 എന്ന് പറയുമ്പോൾ 2 + 0 + 2 + 6 = 10. ഒറ്റ സംഖ്യയാക്കുമ്പോൾ 1 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. 1 എന്ന് വെച്ചാൽ സൂര്യൻ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലോകത്തിന് നല്ല നല്ല കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടി. കാരണം സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ്. അതായത് കിങ് ഓഫ് ഓൾ പ്ലാനറ്റ്സ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അത് ലോകത്തിൻ്റെ കാര്യം. എൻ്റെ കാര്യം എന്തായി എന്ന് പൊതുവെ ഒരു ആകാംക്ഷ ഏവരിലുണ്ടാവും. ആ ആകാംക്ഷ മാറ്റിത്തരാൻ ഞാൻ സംഖ്യാശാസ്ത്രത്തിലൂടെ ശ്രമിക്കുന്നതാണ്. എൻ്റെ ചാനലായ സംഖ്യകൾ സംസാരിക്കും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഞാൻ സുനിൽ പാട്ട്, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. 2026 പൊതുവെ അവനവന് എങ്ങനെ ഉണ്ടാകും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ 1, 10, 19, 28 എന്നീ തീയതികൾ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 1 ആണ്. 2026 2 + 0 + 2 + 6 = 1. അവിടെയും 1, ഇവിടെയും 1, അതായത് 1 ഉം 1 ഉം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും 2026 ഒരു അനുകൂലമായ ഒരു സമയമാണ് ഈ തീയതികളിൽ ജനിച്ചവരുടെ ആകാൻ പോകുന്നത്. ഒരുപക്ഷെ അവർ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ജോലിയിലോ ആണെങ്കിൽ തന്നെ, ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നല്ലൊരു സമയമാണ് 2026. ജോലിയിലാണെങ്കിൽ പ്രമോഷൻ ഇത്യാദികൾ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി അനുകൂലമാകാനാണ് സാധ്യത. പൊതുവെ കറുത്ത നിറത്തിനോട് അകൽച്ച പാലിക്കുക, സൂര്യന് ജലം നൽകുക. ഇതാണ് 1 എന്ന ജന്മസംഖ്യാ നമ്പറുടെ ഫലം. ഇനി 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 2 ആണ്. 2 എന്ന് പറയുമ്പോൾ രാജ്ഞി, രാജ്ഞി എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ സ്വന്തം, അതായത് ഇഷ്ടപത്നി എന്ന് പറയും. സ്വന്തമായ ഒരു ഏറ്റവും അടുത്ത, രാജാവിൻ്റെ ഏറ്റവും അടുത്താണ് രാജ്ഞി. ആയതിനാൽ 2026 2 എന്ന ജന്മസംഖ്യയുള്ളവരുടെ നല്ലൊരു വർഷമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ ജലസംബന്ധമായ ജോലി അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, ചായ, കാപ്പി അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെയോ അല്ലെങ്കിൽ നേവി, കപ്പൽ, അങ്ങനെ വെള്ളമായിട്ട് ബന്ധമുള്ളവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെയോ ഇതുപോലെ പ്രൊമോഷനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതുപോലെ വാട്ടർ റിലേറ്റഡ് ഉള്ള ജോലികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അവർക്കും അനുയോജ്യമായ ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് 2026 ഗുണം ചെയ്യും. കൂടാതെ പച്ച നിറത്തിലുള്ള കുപ്പിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വെള്ളിയുടെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക. അപ്പോൾ ഇവരുടെ ഇമോഷൻസ് എന്നിവ ബാലൻസ് ഉണ്ടാകും. ഇനി 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി, വ്യാഴം, അതായത് ഒരു ഗുരു എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. 3 എന്ന സംഖ്യയിൽ ജനിച്ചവരുടെ 2026 ഇതുപോലെ അനുയോജ്യമായ ഒരു വർഷം കൂടിയാണ് അവർക്കും ഉള്ളത്. അവർ ഓക്കൾട്ട് മേഖല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്നുകൾ, അല്ലാണ്ട് ഈ സ്റ്റുഡൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റഡ് അങ്ങനെയുള്ള അവരായിട്ട് ബന്ധം, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും അവർക്ക് ഇതുപോലെ പ്രൊമോഷനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അനുകൂലമായ ഒരു വർഷം തന്നെയാണ്. പൊതുവെ ഒരു ഗുഡ് എലിമെൻറ്റ്, എന്തെങ്കിലും രുദ്രാക്ഷമോ അല്ലെങ്കിൽ തുളസിമാലയോ അതൊക്കെ ധരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വെളുത്ത വസ്ത്രത്തിനോട് അകൽച്ച പാലിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അടുത്തത് 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ രാഹു. രാഹു എന്ന് പറഞ്ഞാൽ ഹെഡ്, തല. അപ്പോൾ തലേനെ സംബന്ധിച്ച് 4 എന്ന ജന്മസംഖ്യാ നമ്പറുകളുടെ മിത്ര നമ്പറും കൂടിയാണ് ഈ പറഞ്ഞ സൂര്യൻ. അതായത് 2026 മിത്ര നമ്പറായിട്ട് അവരെ സ്വാധീനിക്കും. അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരുടെ നല്ലൊരു വർഷമാകാനാണ് സാധ്യത. ഈ പറഞ്ഞ പോലെ IT മേഖല അല്ലെങ്കിൽ ഈ സ്വന്തമായ ഹാൻഡ് മെയ്ഡ്, അതായത് കൈകൊണ്ടുള്ള ഏത് ജോലിയും ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുകൂലമായ വർഷം തന്നെയാണ് നടക്കുക. പ്രൊമോഷനെ കാത്തിരിക്കണമെങ്കിൽ അതും നടക്കും. അതായത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതാണ് അവർ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ കറുപ്പും നീല നിറത്തോടും അകൽച്ച പാലിക്കുക. 5 എന്ന സംഖ്യ, അതായത് 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 5 ആണ്. 5ഉം 2026 കൂട്ടുമ്പോൾ 1ഉം സൂര്യൻ. 5ഉം 1ഉം നല്ല ഒരു കോമ്പിനേഷനുള്ള ഒരു ജന്മസംഖ്യാ നമ്പറും 1ഉം, അതായത് വർഷവും കൂടി കൂട്ടുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലം നല്ലൊരു വർഷമായിട്ട് കണക്കാക്കാം. ഇതേപോലെ അവർ CA മേഖല, ബാങ്കിങ് മേഖല എന്നീ മേഖലകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങളും മറ്റും നേടുവാൻ സാധിക്കും. കൂടാതെ ഈ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, എന്ത് ജോലിയും 5 നമ്പറുകാർക്ക് ഒരു പക്ഷേ സൂട്ടബിളാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റോ ബാങ്കിങ്ങോ എന്നീ സെക്ഷനിലുള്ളവർക്ക് അല്ലെങ്കിൽ ബിസിനസ് കൂടി അവർക്ക് അനുയോജ്യമായ ഒരു വർഷം കൂടിയാണ്. അല്പം കറുപ്പും നീല നിറവും അല്പം അകൽച്ച പാലിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് പൊതുവെ യാതൊരു ഇതും സ്ട്രിക്റ്റ് ഇല്ല എങ്കിലും കറുപ്പും നീലയോടും, പ്രത്യേകിച്ച് കറുപ്പെന്ന നിറത്തോട് അകൽച്ച പാലിക്കുന്നത് നന്നായിരിക്കും. 6, അതായത് 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 6 ആണ്.
6ഉം 1ഉം തീർച്ചയായിട്ടും അവർക്കും ഒരു അനുകൂലമായ ഒരു വർഷം തന്നെയാണ് പറയേണ്ടത്. ഫാഷൻ മേഖല, മീഡിയ മേഖല, പിന്നെ ഈ പറഞ്ഞ പോലെ ലേഡീസ് ഗാർമെൻറ്റ്സ്, അങ്ങനെ വസ്ത്രങ്ങളുടേതായ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും അനുയോജ്യമായ ഒരു വർഷം കൂടിയാണ്. ഈ പറഞ്ഞ പോലെ ജോലിയിലും തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ ഒരു വർഷമായിട്ട് കണക്കാക്കാം. പ്രത്യേകിച്ച് മഞ്ഞ, ഓറഞ്ച് നിറങ്ങളോട് അകൽച്ച പാലിക്കുക. ഇനി 7 എന്ന് പറഞ്ഞാൽ 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 7ആണ്. 7 എന്ന് പറഞ്ഞാൽ ഉടൽ, അതായത് തലയില്ല. കേതു എന്ന് പറയും 7-ന്. ഉടൽ മാത്രമേ ഉള്ളൂ, തലയില്ല. എല്ലാവരും മനസ്സുകൊണ്ടാണ് ചിന്തിക്കുക. ആയതിനാൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നിർത്തി അല്പം പ്രായോഗികമായി ചിന്തിക്കാൻ ഇവർക്ക് കഴിയണം. 2026 7-നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം കൂടിയാണ്. ഓക്കൾട്ട് മേഖല അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കും അവിടെയും ഈ പറഞ്ഞ പോലെയുള്ള നല്ലൊരു റേക്കി അങ്ങനത്തെ ഒരു ഇതില്ല, അതിലൂടെ ഉള്ള ജോലികളിൽ ഏർപ്പെട്ടവർക്ക് 2026 നല്ലൊരു വർഷമായിട്ട് കണക്കാക്കാം. 8, 17, 26 എന്നീ അതായത് 8 എന്ന ജന്മസംഖ്യ ഉള്ളവരുടെ, ഒന്നും കൂടി പറയാം, 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ 8ആണ്. 8 എന്ന് പറയുമ്പോൾ ശനി, 2026 എന്ന് പറയുമ്പോൾ സൂര്യൻ. അപ്പം ശനിയും സൂര്യനും തമ്മിൽ അത്ര ഒരു നല്ല കോമ്പിനേഷൻ അല്ല. 8 എന്ന ജന്മസംഖ്യയുള്ളവർ വളരെ ജാഗ്രതരായി ഈ വർഷം 2026 തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ്. ജാഗ്രതരായി മുന്നോട്ട് പോവുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ വർഷം ഒഴിവാക്കുക. ജോലിയിലാണെങ്കിൽ ബോസോ അല്ലെങ്കിൽ പല കാരണങ്ങളാൽ അടുത്തുള്ള കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിൽ ജീവനക്കാരോടോ ഇല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരോടുമായിട്ട് ചില പിണക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ അങ്ങനെയൊക്കെ മൂർച്ഛിച്ച് അത് ജോലി ഇല്ലാത്ത ഒരവസ്ഥയിലും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ വളരെ ശാന്തതയോടുകൂടി ഒരു വർഷം കഴിച്ചു കൂട്ടേണ്ടതാണ്. ഒരു പൊതുവെ ചുവപ്പ് നിറത്തോട് കളിച്ച് പാലിക്കുക. ഇനി 9, 18, 27 എന്നീ തീയതികളുടെ ജന്മസംഖ്യാ നമ്പർ 9ആണ്. 9 എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. പ്രത്യേകിച്ച് ഹനുമാൻ്റെ നമ്പറാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആയതിനാൽ 9 ഉം 1 തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ ഏറ്റവും അനുയോജ്യമായ ഒരു വർഷമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ബിസിനസ് മേഖല അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സംരംഭം ഏതും ആവട്ടെ, ഇവർക്ക് 80% സക്സസ് അവർക്ക് ലഭിക്കുന്നതാണ്. ആയതിനാൽ ഇവർ 2026 നല്ല ശ്രദ്ധയോടുകൂടിയും അനാവശ്യമായ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഇവരിൽ ഉളവാക്കാതെ ശ്രദ്ധിച്ചും കൊണ്ട് ആർക്കൊക്കെ സഹായിക്കണം, അർഹതപ്പെട്ടവനെ സഹായിക്കാവുന്ന ഒരു മാനസിക തലത്തിൽ ഇവർ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും 2026 ഇവരുടെ വർഷം അതിഗംഭീരമാകാൻ സാധ്യത ഉണ്ട്. പൊതുവെ 9-ാം നമ്പർ നോൺ വെജ് ഒഴിവാക്കുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥിതിയിൽ അവർക്ക് എത്താൻ കഴിയും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒന്നും കൂടി പറയാം. 9-ാം നമ്പറുകാർക്കും 3-ാം നമ്പറുകാർക്കും
നോൺ വെജ് മത്സ്യം, മാംസം, മുട്ട ഉൾപ്പെടെ അവർ കഴിക്കാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ബ്ലെസ്സിങ്സ്, എക്സ്ട്രാ ബ്ലെസ്സിങ്സ് അവർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് 2026 ഫലം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ